ഓൾ ജോലി കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ബേക്കറിയിലേക്ക് പോയി. അത് ഞങ്ങളുടെ ദൈനംദിന അല്ല, ഒരു ഡെയിലി റൂട്ടീനാണ് ജോലി കഴിഞ്ഞ് ബേക്കറിയിൽ പോയി തിന്നാൻ കുടിക്കുക എന്നുള്ളത്. അവിടെ നിന്ന് ഞങ്ങളുടെ 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് എന്തൊക്കെ കിട്ടും എന്ന് വളരെ ആധികാത്മികമായിട്ടൊരു ചർച്ചയിലൂടെ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ നടന്ന് അടുക്കുകയായിരുന്നു. പപ്സായിരിക്കും മിക്കവാറും. അല്ലടി, ഇതിനകത്ത് തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് ഹീറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അതിന് ഞങ്ങള് പിസ്സയാണ് മേടിച്ചത്. പിസ്സ ഇവിടെ ഒരു 90 രൂപയ്ക്ക് പിസ്സ കിട്ടും. നല്ല ടേസ്റ്റ് ആണ് അല്ലേ? അതെ, നല്ല ടേസ്റ്റ് ആണ്. അതെ, ഇപ്പൊ നമുക്കിനി വണ്ടി എടുത്തോണ്ട് പോവാം. ഇത് തന്നെയല്ലേ എൻ്റെ വണ്ടി? അതെ. പിസ്സയും പപ്സും മേടിച്ചുകൊണ്ട് ഞങ്ങൾ തങ്കശ്ശേരി വാട്ടർ ബെഡിലേക്കാണ് വന്നത്. ഞങ്ങളുടെ കൊല്ലംകാരുടെ സ്വന്തം തങ്കശ്ശേരി വാട്ടർ ബെഡ്. കൊല്ലത്തോട്ട് വരുന്ന എല്ലാവരും ഇവിടെ വരണം കേട്ടോ. അടിപൊളി ഒരു സ്ഥലമാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. പിന്നെ നേരെ തങ്കശ്ശേരിയിലേക്കാണ് വന്നത്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഫുഡൊക്കെ കഴിക്കാനൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഇനി ഇവിടെ ഇരുന്ന് കുറച്ച് നേരം ചില്ലൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് നല്ല രസമാണ്. നല്ല വൈബാട്ടോ. ഇവിടെ നല്ല വ്യൂ ആണ്. കടലിൻ്റെ അങ്ങോട്ടൊക്കെ കയറിയിരിക്കാൻ. കുറച്ച് അപ്പുറത്തായിട്ട് ലൈറ്റ് ഹൗസ്. എനിക്ക് കാണുന്നില്ല അല്ലേ? ലൈറ്റ് ഹൗസ് ഉണ്ട്. ലൈറ്റ് ഹൗസ് 6 മണിക്ക് പൂട്ടും. പക്ഷേ വാട്ടർ ബെഡ് ഒരു 8 മണി അതൊക്കെ കഴിഞ്ഞൊക്കെ കാണും. അടിപൊളിയാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ? അടിപൊളി വ്യൂ. പ്രത്യേകിച്ച് പകലൊന്നും വന്ന് ഇന്നത്തെ ചൂടിലിരിക്കാൻ പറ്റില്ല, മഴയാണെങ്കിലും ഇരിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ടൈമിലൊക്കെ ഇങ്ങനെ വന്ന് ഫുഡ് അടിച്ചൊക്കെ ഫ്രണ്ട്സിനോട് ചില്ല് ചെയ്യാൻ പറ്റിയൊരിതാണ്. പിന്നെ കണ്ടോ, അവിടെ ലൈറ്റ് ഹൗസ് ഉണ്ട്. അടിപൊളി വൈബാണ്. നിങ്ങൾ കൊല്ലത്തോട്ട് വരുന്ന ഒരു വാട്ടർ ബെഡിൽ വരണം കേട്ടോ. അത് ഈ സമയത്ത് വന്നിട്ട് ഇവിടെ ഇരിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടുത്തൊരു അമേസിങ് കാഴ്ച. നല്ല മിന്നലുണ്ടായിരുന്നു. മിന്നലും ഇടിയും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളാരും അവിടെ നിന്ന് അനങ്ങിയൊന്നുമില്ല. പപ്സൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, അവിടെ വന്നിട്ടുള്ള ആരും അനങ്ങിയൊന്നും ഇല്ലായിരുന്നു. മിന്നലും ഇടിയും ഒക്കെ കണ്ട് എല്ലാവരും സൊറയൊക്കെ പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. അൺടിൽ നൗ. എൻ്റെ പൊന്നെ, ഞാൻ അവിടെ നിന്ന് ഓടി വന്ന് നമുക്കിനി വണ്ടി എടുത്തുകൊണ്ട് വേഗം പോകാം. കാരണം മഴ പെയ്യുന്നുണ്ട്. മഴയും നനഞ്ഞിട്ട് കടയിൽ കയറി നിൽക്കുവാണ് ഞങ്ങൾ. ഉടനെ മഴ പെയ്യും. ഞാൻ വിചാരിച്ചു മഴ പെയ്യത്തില്ലായിരുന്നു, പക്ഷെ മഴ പെയ്ത് ചതിച്ചു. നമ്മുടെ ചുറ്റുമോളിരിക്കുന്ന കണ്ടോ? ചുറ്റുമോളിരുന്ന് മഴ നനയാണ്. അയ്യോ എൻ്റെ പൊന്നോ, എങ്ങനെയെങ്കിലും ആ മഴയത്ത് നിന്ന് ഓടി വീട്ടിലോട്ട് വന്ന് കയറിയിട്ടുണ്ട്. പുലക്കൊന്ന് അയച്ചു വെക്കട്ടെ എന്ന്. ഒന്ന് ആസ്വദിക്കാന്ന് പറഞ്ഞ് നിങ്ങൾ ഞാൻ പോയി ചെന്നിരുന്നാരാ? ഓടി അവിടെ നിന്ന്. മഴയത്ത് എന്താണെന്ന് പറയുമ്പോൾ ഞാൻ ആ വണ്ടി എടുത്തിട്ട് ഇതെൻ്റെ ഫസ്റ്റ് മഴയാണ്. ഞാനും നമ്മുടെ സുസുമോൾ വണ്ടി, നമ്മുടെ ആക്സസ് വണ്ടിയെ ഞാൻ സുസുമോൾ എന്നാണ് വിളിക്കുന്നത്. എൻ്റെ മോളപ്പോലെ നമ്മുടെ ഫസ്റ്റ് വണ്ടിയിൽ എല്ലാവർക്കും കാണുമല്ലോ അങ്ങനെ ഒരു ഇത്. എന്നിട്ട് എന്താണ് ആകെ ഡള്ളായില്ലേ. അങ്ങനെ പിന്നെന്താ, അങ്ങനെ വീട്ടിലേക്ക് ചാടി ഓടി കയറി. ഇനിയിപ്പോൾ എന്താ, ഇതൊക്കെ ഒന്ന് ഊരി കളയണം, എന്നിട്ടൊന്ന് ഫ്രഷ് ആവണം. മഴയൊക്കെ ആസ്വദിക്കാൻ പറ്റും. അതേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കുറച്ച് നേരം അവിടെ ഇരിക്കാനും പിന്നെ പപ്സൊക്കെ കഴിക്കാനൊക്കെ പറ്റുള്ളൂ. ഇന്നലെയും ഒരു മഴക്കോളുണ്ടായിരുന്നെങ്കിലും മഴ പെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ഇന്ന് ശരിക്കും മഴ പെയ്തു ഗൈസ്. ഈ ചൂടിന് മഴ പെയ്യുന്നൊരു ആശ്വാസമാണ്. പിന്നെ ഒന്ന് മഴയൊക്കെ നനഞ്ഞ് ഞാൻ കുളിച്ചു. പക്ഷേ ഇതിൽ ക്യാമറയിൽ ഒട്ടും നനയാത്ത പോലെ തോന്നുന്നു. വെട്ടിയിലെ മഴ പെയ്ത് സ്കൂട്ടർ ഓടിച്ചിട്ട് എനിക്ക് തണുക്കുന്ന. ഞാൻ എന്താ പറയുക, നമ്മളിൽ വെയിലടിക്കുമ്പോൾ ഇടുന്ന ഒരു തരം ഗ്ലൗസ് ഉണ്ടല്ലോ, ഇതെടുത്ത് ഞാൻ കിട്ടുക. അപ്പോൾ നല്ല ആശ്വാസമായിരുന്നു വണ്ടി ഓടിക്കാൻ. അല്ലെങ്കിൽ കയ്യിലൊക്കെ കാറ്റടിച്ചിട്ട് കാരണം മൊത്തത്തിൽ നനഞ്ഞല്ലോ, അപ്പോൾ നല്ല തണുപ്പായിരുന്നു എനിക്ക്. ഇപ്പം എന്താ പറയുക, ഇപ്പം ഞാൻ പോയി കുളിച്ച് റെഡിയായി. എന്താ പറയുക, കുളിച്ചിട്ടൊക്കെ വരാം. ഓക്കേ. പിന്നെ നനഞ്ഞതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഓടി വന്ന് ബാത്റൂമിൽ കയറി. പിന്നെ ഫ്രഷ് ആയിട്ട് ഞാൻ നേരെ പാത്രം കഴുകാനാണ് പോയത്. രാവിലത്തെയും ഉച്ചത്തെയും ഒക്കെ പാത്രം കഴുകാൻ കിടപ്പുണ്ടായിരുന്നു. പിന്നെ രാത്രിത്തെ ഭക്ഷണം ഉണ്ടാക്കിയായിരുന്നു. പിന്നെ അതിൻ്റെയും പാത്രം കഴുകാൻ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതെല്ലാം ഒരച്ച് നല്ല വൃത്തിക്കൊക്കെ വൃത്തിക്കായിട്ടോ കഴിവെച്ച്. എനിക്ക് പാത്രം കഴിയുമ്പോൾ എൻ്റെ കൈയെല്ലാം കൂടെ ഡ്രൈ ആവും. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു തൊഴിലാണ് പാത്രം കഴുകുക. പിന്നെ ഇതൊക്കെ ഞാനല്ല, പിന്നെ വേറെ ആരെങ്കിലും വന്നിന്ന് കഴിയുമോ? എന്നിട്ട് പിന്നെ രാത്രിത്തെ ഭക്ഷണം ഉണ്ടാക്കിയത് ഞാൻ പോയി ഫുഡൊക്കെ എടുത്ത് ഫുഡ് കഴിക്കാനായിട്ട് പുട്ടും പുളിയമുളക് കറിയായിരുന്നു. പിന്നെ ഒരു ഓറഞ്ചും കഴിച്ചായിരുന്നു. കുട്ടി ഒരു ഓറഞ്ചൊക്കെ കഴിച്ച് പിന്നെ ഞാൻ വെള്ളമൊക്കെ എടുത്ത് ഞാൻ ബിഗ് ബോസ് കണ്ടോണ്ട് കേട്ടോ കഴിക്കുന്നത്. നല്ല രസമല്ലേ ബിഗ് ബോസ് ഒക്കെ കണ്ടുകൊണ്ടിരുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും 9:30 കഴിഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ബിഗ് ബോസ് ആയിരുന്നു. ദണ്ട് അർജുനെ കണ്ടു.
രാത്രി 11:20. ഇഞ്ചിന് മിസ്സായി. നമ്മളിവിടെ ജാസ്മിനെ ഓട്ടമായിരുന്നെങ്കിൽ ഇന്ന് ഇത് രണ്ടോണം നാളത്ത് നല്ല ക്ഷീണമുണ്ട്, ക്ഷീണവും തലവേദനയും. എൻ്റെ പിന്നെ എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യ. എനിക്ക് വയ്യ. അയ്യോ ഞാനതാ പോന്നേ. ടാറ്റാ, ഗുഡ് നൈറ്റ്.